Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ വിഷ്വലി ഇമ്പയർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. പ്രൈമറി നാവിഗേഷൻ ആൻഡ് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഐക്കൺ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ഫോക്കസ് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിൻഡോസ് പ്ലസ് ഡി പ്രസ് ചെയ്യുന്നു. Windows D, Folder View List View. ഫോക്കസ് നിലവിൽ ഡെസ്ക്ടോപ്പിൻ്റെ ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ എന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രൈമറി അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാവിഗേഷൻ സാധ്യമാണ്. എങ്ങനെയാണ് ഒരു ഐക്കൺ ഓപ്പൺ ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിലെ ഏതൊരു ഫയൽ, ഫോൾഡർ, പ്രോഗ്രാം, ഐക്കൺസ് എന്തായാലും അത് ഓപ്പൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി ആ ഒരു പർട്ടിക്കുലർ ഐക്കണുമായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിലോ ആദ്യം അത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലെ ഒരു ഐക്കണിൻ്റെ സെലക്ഷൻ ഉറപ്പുവരുത്തുക എന്ന് നോക്കാം. Folder View List View. Not selected this PC. 1 of 63. To move to items, use the arrow keys. To edit the selected item, press F2. നിലവിൽ ഫോക്കസ് ഉള്ളത് ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂയിലാണ്. അതിൽ തന്നെ ഒന്നാമത്തെ ഐക്കണായ ദിസ് പി സിയിലാണ് ഫോക്കസ് നിലവിൽ നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. Folder View List View. Not selected this PC. 1 of 63. ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ. അതിനുശേഷം പറയുന്നു നോട്ട് സെലക്റ്റഡ് ദിസ് പി സി എന്ന് പറഞ്ഞാൽ ദിസ് പി സി എന്ന ഐക്കൺ നിലവിൽ സെലക്റ്റഡ് അല്ല. സെലക്റ്റഡ് അല്ലാത്ത പക്ഷം ഈയൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക എന്നത് സാധ്യമല്ല. നിലവിൽ ഇത് നോട്ട് സെലക്റ്റഡ് ആണ്. ദിസ് പി സി ഓപ്പൺ ചെയ്യുന്നതിനായി ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Enter. 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 ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിന് കാരണം കമ്പ്യൂട്ടറിൽ ഏതൊരു പ്രവൃത്തി നടക്കണമെങ്കിലും സെലക്ഷൻ ആവശ്യമാണ്. ഇവിടെ ദിസ് പി സി നോട്ട് സെലക്റ്റഡ് ആണ്. സെലക്ഷൻ ഉറപ്പുവരുത്തുന്നതിനായി സ്പേസ് ബാർ പ്രസ് ചെയ്യുകയാണ്. Space. Selected. നിലവിൽ സെലക്റ്റഡ് എന്ന് അനൗൺസ് ചെയ്തു. ഫോക്കസ് ചെക്ക് ചെയ്യാം. Folder View List View. This PC. 1 of 63. നേരത്തെ നമ്മൾ ഫോക്കസ് ചെക്ക് ചെയ്ത സമയത്ത് ഫോൾഡർ വ്യൂ ലിസ്റ്റ് വ്യൂ നോട്ട് സെലക്റ്റഡ് ദിസ് പി സി എന്നാണ് അനൗൺസ് ചെയ്തത്. എങ്കിൽ ഇപ്പോൾ നോട്ട് സെലക്റ്റഡ് എന്ന ടേം അനൗൺസ് ചെയ്യുന്നില്ല. പകരം ദിസ് പി സി 1 ഓഫ് 63 എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. സെലക്ഷൻ ഉറപ്പുവരുത്തുന്നതിനായി സ്പേസ് ബാർ ഉപയോഗിക്കാം. നിലവിൽ സെലക്ഷൻ ഉള്ള സ്ഥിതിക്ക് ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം. Enter. This PC. Items View List Box. To move to an item, press the arrow keys. Items View Multi-Select List Box. Folders expanded. Not selected 3D objects. 1 of 7. To move to an item, press the arrow keys. സെലക്ഷൻ ഉള്ളതുകൊണ്ട് ദിസ് പി സി ഓപ്പണായി. ഇത് ക്ലോസ് ചെയ്യുന്നതിനായി Alt പ്ലസ് F4 എന്ന കീ കമാൻഡ് ഉപയോഗിക്കുകയാണ്. Alt F4. Desktop. ഒരിക്കൽ കൂടി ഞാൻ സെലക്ഷൻ ഒഴിവാക്കുന്നു. സെലക്ഷൻ ഒഴിവാക്കുവാനുള്ള കീ കമാൻഡ് Ctrl പ്ലസ് സ്പേസ് ബാർ ആണ്. Control Space. Not selected. നിലവിൽ നോട്ട് സെലക്റ്റഡ് എന്നാണ് പറയുന്നത്. ഫോക്കസ് ചെക്ക് ചെയ്യാം. Folder View List View. Not selected this PC. 1 of 63. നോട്ട് സെലക്റ്റഡ് ദിസ് പി സി. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Enter. Enter. എത്ര പ്രാവശ്യം എൻ്റർ കീ പ്രസ് ചെയ്താലും ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം സെലക്ഷൻ ഇല്ല. സെലക്ഷൻ ഉറപ്പുവരുത്തുന്നതിനായി സ്പേസ് ബാർ. Space. Selected. സെലക്ഷൻ ഒഴിവാക്കുന്നതിനായി കൺട്രോൾ സ്പേസ് ബാർ. Control Space. Not selected. ഇതേ കൺട്രോൾ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെലക്ഷൻ ഉറപ്പുവരുത്താനും കഴിയും. Control Space. Selected. സെലക്റ്റഡ്. നിലവിൽ ദിസ് പി സി സെലക്റ്റഡ് ആണ്. ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്താൽ Enter. This PC. Items View List Box. സെലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ദിസ് പി സി ഓപ്പണായി. ക്ലോസ് ചെയ്യുന്നതിനായിട്ടുള്ള മറ്റൊരു മാർഗം സിസ്റ്റം സബ് മെനു എന്നതാണ്. സിസ്റ്റം സബ് മെനുവിലെ ക്ലോസ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. സിസ്റ്റം സബ് മെനു ആക്സസ് ചെയ്യുന്നതിനായി Alt പ്ലസ്
സ്പേസ് ബാർ എന്ന കമാൻഡ് ഉപയോഗിക്കാം. Alt space, menu bar, system. To navigate, press left or right arrow. Menu, system menu. Restore unavailable. To move through items, press up or down arrow. R. ഇവിടെ കുറച്ച് ഐറ്റംസ് കാണാം. അപ്പ് ഓർ ഡൗൺ ആരോ ഉപയോഗിച്ച് നോക്കാം. Move, M. മൂവ്, Size, S. സൈസ്, Minimize, N. മിനിമൈസ്, Maximize, X. മാക്സിമൈസ്, Close, C. ക്ലോസ്. സ്ക്രീനിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ കാണുന്ന ഇൻഡു മാർക്കാണ് ക്ലോസ് ബട്ടൺ. ഇവിടെ മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയോ അതല്ല ഓൾട്ട് സ്പേസ് പ്രസ് ചെയ്തതിന് ശേഷം ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്ലോസ് സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുകയോ ചെയ്താൽ നിലവിൽ ഓപ്പണായിരിക്കുന്ന ഫയൽസ്, പ്രോഗ്രാംസ്, ഫോൾഡേഴ്സ് എന്തു തന്നെയായാലും അത് ക്ലോസ് ആവുന്നതായിരിക്കും. Close, C. ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. Enter. Leaving menus. Desktop. Folder view list view. This PC. 1 of 63. ഇങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലെ ഒരു ഐക്കൺ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. സെലക്ഷൻ ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഐക്കൺ നോക്കാം. Google Chrome. 15 of 63. ക്രോം ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഫോക്കസ് ചെക്ക് ചെയ്യാം. Folder view list view. Google Chrome. 15 of 63. ക്രോമാണ്. ഇതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കുന്നു. സെലക്ഷൻ ഒഴിവാക്കുന്നതിനായി കൺട്രോൾ സ്പേസ്. Control space. Not selected. ഇനി ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യാണ്. Enter. 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 എത്ര തന്നെ എൻ്റർ കീ പ്രസ് ചെയ്താലും ക്രോം ഓപ്പൺ ആവുന്നില്ല. സെലക്ഷൻ ഉറപ്പുവരുത്തുന്നതിനായി സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. Space. Selected. കൺട്രോൾ സ്പേസ് എന്ന കീ കമാൻഡ് ഉപയോഗിക്കാം. ഒരു ടോഗിൾ കമാൻഡാണ്. സെലക്ഷൻ ഒഴിവാക്കുന്നതിനും സെലക്ഷൻ ഉറപ്പുവരുത്തുന്നതിനുമായി ഉപയോഗിക്കാം. സ്പേസ് ബാർ സെലക്ഷൻ ഉറപ്പുവരുത്തുന്നതിന് മാത്രം ഉപയോഗിക്കാം. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യാണ്. നിലവിൽ സെലക്റ്റഡ് ആണ്. Enter. New tab Google Chrome. Toolbar. Address and search bar edit. Address and search bar. Type in text. Control plus L. About blank. Address and search. ക്രോം ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നതിനായി രണ്ട് മെത്തേഡ് ഉപയോഗിക്കാം. ഒന്ന് ആദ്യം പറഞ്ഞു Alt plus F4 എന്ന കീ കമാൻഡ് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ Alt സ്പേസ് അഥവാ സിസ്റ്റം സബ് മെനു ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ക്ലോസ് എന്നത് സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിൻ്റെ ഈ ഒരു വിൻഡോ ക്ലോസ് ആവുന്നതായിരിക്കും. ഞാനിവിടെ Alt plus F4 എന്ന കീ കമാൻഡ് ഉപയോഗിക്കുന്നു. Alt F4. Desktop. Folder view list view. Google Chrome. 15 of 63. ഇങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലെ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. വിതൗട്ട് സെലക്ഷൻ നമ്മൾ എത്ര തന്നെ എൻ്റർ കീ പ്രസ് ചെയ്താലും എത്ര തന്നെ കോപ്പി, കട്ട് തുടങ്ങിയ കമാൻഡ് കൊടുത്താലും ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം സെലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫയൽ, ഫോൾഡർ, പ്രോഗ്രാം, ഐക്കൺസ് എന്തു തന്നെ ആയാലും അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഓപ്പൺ ചെയ്യുക, കോപ്പി, കട്ട്, റീനെയിം തുടങ്ങിയിട്ട് എന്ത് മാറ്റം വരുത്തണമെങ്കിലും ആദ്യം സെലക്ഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.